വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ളതായി തീരണം എന്ന നിലക്കാണ്. നിങ്ങളെല്ലാം ഇവിടെ വന്നത് ഒരു വിനോദയാത്ര ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, ഏതെങ്കിലും കാര്യങ്ങൾ കണ്ട് ആനന്ദിക്കുവാൻ വേണ്ടിയല്ല. സർവലോക പരിപാലകനായ റബ്ബുൽ ആലമീനിന്റെ മഹത്വമേറിയ ആദർശത്തെ കേൾക്കുവാനും കാണുവാനും അവയെ സംബന്ധിച്ച് ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും പഠിക്കുവാനും ആലോചിക്കുവാനും സംശയങ്ങൾ ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി അതിന് നിവാരണം കണ്ടെത്തുവാനും ജീവിതം എന്തിനാണെന്ന് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവരവരുടെ ക്യാമ്പസുകളിലേക്ക് മടങ്ങിപ്പോകുവാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു പ്രത്യേകമായ പിരിഞ്ഞുപോക്കിന്റെ ഈ വേളയിൽ പ്രിയമുള്ളവരെ അറിഞ്ഞിട്ടുള്ള മഹത്തായ ഒരാശയം, നമ്മുടെ പിരിഞ്ഞുപോക്ക് സമാധാനത്തിന്റെ പിരിഞ്ഞുപോക്കായിരിക്കണം. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സമാധാനമുള്ള സന്തോഷമുള്ള സമയമാകണം. എപ്പോൾ അള്ളാഹുവിന്റെ വിളിയാളമുണ്ടായാലും ആ വിളിക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സുമായി നല്ല നല്ല കാഴ്ചകൾ അള്ളാഹുവിന്റെ മലക്കുകൾ കാണിക്കുന്നത് കണ്ടുകൊണ്ട് ആ മലായിക്കത്തുകൾ നമ്മോട് നല്ല നല്ല രൂപത്തിലുള്ള സന്തോഷത്തിന്റെ വാക്കുകൾ പറയുന്നത് കേട്ടുകൊണ്ട് കണ്ണിറയെ സ്വർഗീയമായ സൗഭാഗ്യത്തിന്റെ ചിന്തകൾ മനസ്സുകളിൽ കൊണ്ടുവന്നുകൊണ്ടും കണ്ടുകൊണ്ടും ഈ ലോകത്ത് നിന്ന് വിട പറയുവാൻ സാധിക്കണം എന്ന ആഗ്രഹമാണ് നമ്മുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ ആഗ്രഹം. ആ ആഗ്രഹം സാധാരണക്കാരായ ജനങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് വെച്ച് പുലർത്തിയത്. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അറിയില്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, എന്റെ അനുജന്മാർക്കറിയില്ലേ, അനിയത്തിമാർക്കറിയില്ലേ? ആ മഹാനായ പ്രവാചകൻ അള്ളാഹുവിന്റെ അത്യുന്നതമായ ഒട്ടേറെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതനായി വൈജ്ഞാനിക നഭോമണ്ഡലത്തിലെ ഒട്ടേറെ പ്രശസ്തമായ മേഖലകളിലേക്ക് കുതിച്ചുയരാൻ ആ കാലഘട്ടത്തിലെ ഒരാൾക്കും എത്തിപ്പെടാൻ സാധിക്കാത്തത്ര വൈജ്ഞാനികമായ ഒരു ലോകത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ച മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം വിദ്യ തനിക്ക് ധാരാളമായി കിട്ടി എന്ന ഘട്ടമെത്തിയപ്പോൾ ഒരിക്കലും അഹങ്കരിക്കാതെ ഉന്നതമായ രൂപത്തിലുള്ള വൈജ്ഞാനിക രംഗത്തേക്ക് എനിക്ക് കാലെടുത്ത് വെക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന രൂപത്തിലുള്ള നെഗളിപ്പ് പ്രകടിപ്പിക്കാതെ കൂടുതൽ കൂടുതൽ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് മഹാനായ ആ പ്രവാചകൻ റബ്ബിനോട് ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യങ്ങളിൽ വളരെ പ്രസക്തമായതും പ്രസിദ്ധമായതും റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കാലഘട്ടത്തിൽ ഒരാൾക്കും നൽകപ്പെടാത്ത വൈജ്ഞാനികമായ അത്യുന്നതങ്ങളിലേക്ക് പറന്നുയർന്നപ്പോഴും വിനയം കൊണ്ട് തുടിക്കുന്ന ഹൃദയവുമായി കൊണ്ട് റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, അധികാരത്തിന്റെ ചെങ്കോല് നീ എനിക്ക് തന്നിട്ടുണ്ട്, വൈജ്ഞാനികമായി ഒട്ടേറെ രൂപത്തിലുള്ള വിജ്ഞാനത്തിന്റെ മുത്തുകൾ നീ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, നീയാണ് എന്റെ രക്ഷകൻ. ദുന്യാവിലും ആഖിറത്തിലും നീയാണ് എന്റെ രക്ഷകൻ. നിന്നിലാണ് എന്റെ പ്രതീക്ഷ. എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ ചോദ്യം, തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നോടും എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മുസ്തവഫനി മുസ്ലിമാനി, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. നല്ലവരുടെ കൂടെ എന്നെ നീ ചേർക്കണമേ നാഥ. ആ ഒരു ചോദ്യം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചെങ്കിൽ, ഓ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടത് ചോദിച്ചു? ഒരു മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ അന്തിമമാണ് പരിഗണിക്കപ്പെടുന്നത്. അതാണ് പരിഗണിക്കപ്പെടുന്ന ഏക വിഷയം. എന്താണ് ഒരു മനുഷ്യന്റെ അന്ത്യം? എങ്ങനെ സംഭവിച്ചു? അയാൾ എങ്ങനെ മരിച്ചുപോയി? അയാൾ ഈ ലോകത്ത് നിന്ന് എങ്ങനെ വിട പറഞ്ഞു? മുസ്ലിമായി മരിക്കാൻ അയാൾക്ക് സാധിച്ചുവോ?
അതോ കാഫിറും ഫാസിഖും തെമ്മാടിയും കുറ്റവാളിയുമായി കൊണ്ടാണോ ഈ ഭൂമുഖത്തു നിന്ന് പിരിഞ്ഞുപോയത്? അതറിയുവാനൊരു നിവൃത്തിയും ഈ ലോകത്തില്ല. അതിന് സർവശക്തനായ റബ്ബിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതിനുള്ള മാർഗം അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ സമാധാനത്തോടെ ഈ ലോകത്ത് നിന്ന് നല്ല നല്ല വാക്കുകൾ കേട്ട് നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്തിന്റെ അവസാന സമയം ഏറ്റവും സന്തോഷമുള്ള ആനന്ദമുള്ള നേരമാക്കി മാറ്റണോ? അല്ലാഹു പറയുന്ന ഒരു ഒറ്റമൂലിയുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ وأبشروا بالجنة التي كنتم توعدون إن الذين قالوا ربنا الله നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞവർ, സുമ്മസ്തഖാമൂ പിന്നീട് ആ പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അങ്ങ് ശുദ്ധീകരിച്ച് പറഞ്ഞ വാക്കിനോട് കൂറ് പുലർത്തിക്കൊണ്ട് എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന പ്രഖ്യാപനത്തോട് 100% നീതി പുലർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെയുള്ള മേഖലകളെ ഇസ്തിഖാമത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ആർക്ക് സാധിക്കുന്നുവോ തതനസ്സലു അലൈഹിമുൽ മലായിക, മരണസമയത്ത് ആ മനുഷ്യന്റെ അരികിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരും. മരണത്തിന്റെ നേരത്ത് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച കൂടുകയാണ്, കണ്ണടച്ച് കിടക്കുകയാണ് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ. അവൻ പക്ഷേ ഈ ഭൗതികമായ ലോകത്തു നിന്നുള്ള യാത്രയിലാണ്. ആഖിറത്തിലേക്കുള്ള യാത്രയിലേക്ക് അവൻ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ചുറ്റുഭാഗത്തുള്ളവര് കാണുന്നതല്ല മരണനേരത്തൊരു മനുഷ്യൻ കാണുന്നത്, ചുറ്റുഭാഗത്തുള്ളവർ കേൾക്കുന്നതല്ല മരണനേരത്തൊരു മനുഷ്യൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകത്തെ കാണുകയാണ്. ഇന്ന് വരെ നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല, ഇന്ന് വരെ അവരുടെ വോയിസ് ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല, അവരുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മരണത്തിന്റെ നേരത്ത് മലക്കുകൾ ഇറങ്ങി വരികയാണ്. നാം നോക്കുന്ന ദൂരത്ത് മുഴുവനും കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും മലായിക്കത്തുകളുടെ സാന്നിധ്യമുണ്ട്. അത് മുസ്ലിമാണെങ്കിൽ നല്ല കാഴ്ചകളുമായിട്ടാണ് അവർ വന്നത്. കാഫിറോ ഫാസിഖോ ഒക്കെയാണെങ്കിൽ, തെമ്മാടിയായവനാണെങ്കിൽ, പാപിയാണെങ്കിൽ, മോശപ്പെട്ട ഭീകരവും ബീഭത്സവുമായ രംഗങ്ങളെ നേരിട്ട് കാണുന്ന നേരമാണത്. അത്തരത്തിലുള്ള ശബ്ദം കേൾക്കുന്ന സമയമാണത്. ആ നേരത്ത് അല്ലാഹു പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹയാണെന്ന് പറയുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളവർ മരണത്തിന്റെ ആ വേർപാടിന്റെ നേരത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി അവരിൽ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളെ കണ്ട് ഭയപ്പെടണ്ട, വലാ തഹ്സനൂ, ദുനിയാവിൽ നിന്ന് പിരിയുന്ന കാര്യമോർത്തുകൊണ്ട് സങ്കടപ്പെടണ്ട, ദുഃഖം വേണ്ട, സങ്കടം വേണ്ട, സന്തോഷിച്ചോളൂ. അബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം നൽകപ്പെട്ടിട്ടുള്ള സ്വർഗലോകം, അതേ സൗകര്യങ്ങളുടെ ലോകം, യാതൊരു രൂപത്തിലുള്ള വിഷമങ്ങളുമില്ലാത്ത ലോകം, ആനന്ദങ്ങളുടെ ലോകം, സജ്ജീകരണങ്ങളുടെ ലോകം, യാതൊരു രൂപത്തിലുള്ള വൈഷമ്യങ്ങളും പകയും വിദ്വേഷവുമില്ലാത്ത സമാധാനത്തിന്റെയും ശാന്തിയുടെയും ലോകം. ആ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ മലക്കുകൾ വരും എന്ന് പറയുമ്പോ മറിച്ചൊരു ഈ ഭാഗത്തിന്റെ അടുക്കൽ റബ്ബുവിന്റെ മലായിക്കത്തുകൾ വരുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു അയ്ദീഹിം അഖ്രിജൂ അൻഫുസകും, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള, തെമ്മാടിത്തം കാണിച്ചിട്ടുള്ള, തോന്നിയതുപോലെ ജീവിതം നയിച്ചിട്ടുള്ള, ഞാൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നു എന്ന് ചിന്തിക്കാതെ പോയ, എവിടെ നിന്ന് ഞാൻ വന്നു, ഇനി അങ്ങോട്ട് ഞാൻ പോകണം എന്ന് ആലോചിക്കാതെ, ജീവിതം എന്നത് അടിച്ചു പൊളിക്കാനുള്ളതാണ്,
സുഖങ്ങളുടെ ലോകമാണ്. മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം ഇപ്പോഴായിട്ടില്ലാത്ത ഒരു ലോകത്തെ കാണുകയാണ്. ഇന്ന് വരെ നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല. ഇന്ന് വരെ അവരുടെ വോയിസ് ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല. അവരുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ മരണത്തിന്റെ നേരത്ത് മലക്കുകൾ ഇറങ്ങി വരികയാണ്. നാം നോക്കുന്ന ദൂരത്ത് മുഴുവനും, കണ്ണെത്തുന്ന ദൂരത്ത് മുഴുവനും മലായിക്കത്തുകളുടെ സാന്നിധ്യമുണ്ട്. അത് മുസ്ലിമാണെങ്കിൽ നല്ല കാഴ്ചകളുമായിട്ടാണ് അവർ വന്നത്. കാഫിറോ ഫാസിഖോ ഒക്കെയാണെങ്കിൽ, തെമ്മാടിയായവനാണെങ്കിൽ, പാപിയാണെങ്കിൽ, മോശപ്പെട്ട ഭീകരവും ബീഭത്സവുമായ രംഗങ്ങളെ നേരിട്ട് കാണുന്ന നേരമാണത്. അത്തരത്തിലുള്ള ശബ്ദം കേൾക്കുന്ന സമയമാണത്. ആ നേരത്ത് അല്ലാഹ് പറയുന്നു, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹയാണെന്ന് പറയുകയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ളവർ മരണത്തിന്റെ ആ വേർപാടിന്റെ നേരത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി അവരിൽ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളെ കണ്ട് ഭയപ്പെടണ്ട, വലാ തഹ്സനൂ, ദുനിയാവിൽ നിന്ന് പിരിയുന്ന കാര്യമോർത്തുകൊണ്ട് സങ്കടപ്പെടണ്ട, ദുഃഖം വേണ്ട, സങ്കടം വേണ്ട, സന്തോഷിച്ചോളൂ. അബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദത്തം നൽകപ്പെട്ടിട്ടുള്ള സ്വർഗലോകം, അതേ സൗകര്യങ്ങളുടെ ലോകം, യാതൊരു രൂപത്തിലുള്ള വിഷമങ്ങളുമില്ലാത്ത ലോകം, ആനന്ദങ്ങളുടെ ലോകം, സജ്ജീകരണങ്ങളുടെ ലോകം, യാതൊരു രൂപത്തിലുള്ള വൈഷമ്യങ്ങളും പകയും വിദ്വേഷവുമില്ലാത്ത സമാധാനത്തിന്റെയും ശാന്തിയുടെയും ലോകം. ആ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാ ഞങ്ങള് വന്നത്. ഞങ്ങള് നിങ്ങളുടെ ശത്രുക്കളല്ല, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകളുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ മലക്കുകൾ വരും എന്ന് പറയുമ്പോ, മറിച്ചൊരു ഈ ഭാഗത്തിന്റെ അടുക്കൽ റബ്ബുവിന്റെ മലായിക്കത്തുകൾ വരുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു അയ്ദീഹിം അഖ്രിജൂ അൻഫുസകും. സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള, തെമ്മാടിത്തം കാണിച്ചിട്ടുള്ള, തോന്നിയതുപോലെ ജീവിതം നയിച്ചിട്ടുള്ള, ഞാൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നു എന്ന് ചിന്തിക്കാതെ പോയ, എവിടെ നിന്ന് ഞാൻ വന്നു, ഇനി എങ്ങോട്ട് ഞാൻ പോകണം എന്ന് ആലോചിക്കാതെ, ജീവിതം എന്നത് അടിച്ചു പൊളിക്കാനുള്ളതാണ്, സുഖങ്ങളുടെ ലോകമാണ്, മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം ഇപ്പോൾ ആസ്വദിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമാണെന്ന ചിന്തയോടെ വളരെയേറെ ധിക്കാരത്തോടെ ജീവിച്ചവൻ, അവന്റെ മരണത്തിന്റെ വേളയിൽ മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. സന്തോഷത്തിന്റെ വാക്കുകളുമായിട്ടല്ല. വൽ മലായികതു ബാസിതു അയ്ദീഹിം, അവരുടെ കരങ്ങൾ നിവർത്തി പിടിച്ചിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറയുന്നുണ്ട്, യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിൽ ആ മലക്കുകൾ അടിക്കുന്നുണ്ട്, പ്രഹരിക്കുന്നുണ്ട്, അവരുടെ പുറഭാഗങ്ങളിൽ പ്രഹരിക്കുന്നുണ്ട്. അഖ്രിജൂ അൻഫുസകും, ഇറങ്ങടാ പുറത്തേക്കെന്ന് ആക്രോശത്തോടുകൂടി അവന്റെ ആത്മാവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന അത്യന്തം ദയനീയമായ ദുഃഖകരമായ ഒരു രംഗത്തെയും അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എന്നോടെന്ന പോലെ ഉണർത്താനുള്ളത്, ഈ രണ്ട് വിട പറയലിൽ ഏത് നമുക്ക് വേണം, ഏത് നമ്മൾ തെരഞ്ഞെടുക്കണം? ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നത്. അത് തെരഞ്ഞെടുത്ത തീരുമാനത്തിന്റെ സന്തോഷവുമായിട്ടാണ് നിങ്ങൾ പിരിഞ്ഞു പോകുന്നത്. അതെ, എനിക്ക് മുഅ്മിനായി മരിക്കണം, മുസ്ലിമായി ജീവിക്കണം, അല്ലാഹുവിലേക്ക് എനിക്ക് ക്ഷണിക്കണം, അതേ രൂപത്തിൽ എനിക്ക് ജീവിക്കണം. അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു പറയുന്നു, വമൻ അഹ്സനു, ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണുള്ളത്? വമൻ അഹ്സനു ഖൗലാ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ റബ്ബിലേക്കുള്ള ക്ഷണം, ക്ഷണിക്കുന്നവരും ക്ഷണിക്കപ്പെടുന്നവരെ പോലെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ പോരാ. വഅമില സാലിഹാ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തവൻ. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഒരു അപകർഷതാബോധവും തീണ്ടാതെ
ഏത് പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും പ്രതികൂല സാഹചര്യങ്ങൾക്ക് നടുവിലൂടെ നീന്തേണ്ടി വന്നാലും മുന്നോട്ട് പോകേണ്ടി വന്നാലും ഞാനൊരു മുസ്ലിമാണെന്ന ബോധം മറക്കാതെ അത് പ്രവർത്തനത്തിലും വാക്കിലും പ്രകടിപ്പിച്ചുകൊണ്ട് വഖാല അവൻ പറയുന്നു ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്. അതേ പറയുന്നു, പ്രഖ്യാപിക്കുന്നു, അത് ജീവിതത്തിൽ പകർത്തുന്നു, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി സംസാരിച്ചപ്പോൾ പലരുടെയും വാക്കുകളിൽ നിന്ന് കിട്ടിയ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ. പ്രതിസന്ധികൾക്ക് നടുവിലാണ് ഞങ്ങൾ, പ്രയാസങ്ങൾക്ക് നടുവിലാണ് ഞങ്ങൾ. നന്നാവണം എന്ന ആഗ്രഹമുണ്ട്, പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ഇനി ജീവിക്കൂ എന്ന പ്രതിജ്ഞയുണ്ട്. പക്ഷേ തിരിച്ചു ചെല്ലുന്നത് പഴയ ക്യാമ്പസിലേക്കാണ്. ഞങ്ങളെങ്ങനെ പിടിച്ചു നിൽക്കും? ഞങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ലഹരി നുരയുന്ന ക്യാമ്പസുകളാണ്. അവിഹിതമായ കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന സർവ്വരൂപത്തിലുള്ള കാര്യങ്ങളും പത്തി നിവർത്തിയാടുന്ന ക്യാമ്പസുകളാണ്. ഇവക്കിടയിൽ ഞാനൊറ്റക്ക് എങ്ങനെ പിടിച്ചു നിൽക്കും? എനിക്കെങ്ങനെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന ചോദ്യം, ആ ചിന്ത, ആ സംശയം എന്റെ പ്രിയപ്പെട്ട പല സഹോദരങ്ങളെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ടത് നാം വലിയ ഒരു ജിഹാദിലാണ്. ഏറ്റവും വലിയ പ്രതികൂല സാഹചര്യങ്ങൾക്ക് നടുവിൽ നിന്ന് പോരാടുന്നവനല്ലേ ഏറ്റവും ധീരമായ ജിഹാദ് നിർവഹിക്കുന്നത്. ആരുടെയും ഇടയിൽ ഇറങ്ങാതെ ഒറ്റക്കൊരു സ്ഥലത്ത് ഇരിക്കുന്നവനല്ല. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സമൂഹത്തിന്റെ ഒരുപാട് അധാർമികതകളെ കണ്ടുകൊണ്ട് അവയ്ക്ക് നടുവിലും ഞാനൊരു മുസ്ലിമാണെന്ന നിലക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു മനക്കരുത്ത്. അത് കിട്ടാൻ എന്താണ് വേണ്ടത്? ഒന്നാമതായി നമ്മുടെ റബ്ബ് അത് നമുക്ക് തരണം. അത് നമ്മുടെ റബ്ബ് തന്നേ പറ്റൂ എന്ന നിലക്ക് വാശി പിടിച്ച് കുഞ്ഞുങ്ങൾ ഉമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് കിണുങ്ങി കരയും പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിനോട് അത് ചോദിച്ചു കൊണ്ടിരിക്കണം. റബ്ബേ, എനിക്ക് നന്നാവണം. ഹൃദയം എന്ന് പറയുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ്. അതിന്റെ പേര് തന്നെ ഖൽബാണ്. മാറ്റങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിനത്തെ പ്രോഫ്കോണിന്റെ വേദിയിൽ ഇരുന്നപ്പോ പ്രതിജ്ഞ എടുത്തു പോയി, റബ്ബേ ഞാൻ നന്നാവും, എനിക്ക് നന്നാവണം. പക്ഷേ പഴയ സാഹചര്യങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോ പലതും നമ്മെ മാടി വിളിക്കുകയാണ്, പലതും നമ്മെ കാത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? റഹ്മാനായ റബ്ബിനോട് കരഞ്ഞു പറയൂ പ്രിയപ്പെട്ട അനുജന്മാരെ, കരഞ്ഞു പറഞ്ഞോളൂ പ്രിയപ്പെട്ട അനിയത്തിമാരെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ വ്യത്യസ്തമായ വികാരങ്ങൾ ഇങ്ങനെ മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. റബ്ബേ, അത് നിന്റെ കൈകളിലാണ് എന്റെ ഹൃദയം മുഴുവനും. അതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ. അലാ ദീനിക, നിന്റെ ആദർശത്തിൽ. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി ഇലാ ത്വാഅതിക, നിനക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം എന്റെ ഹൃദയത്തെ നീ തിരിച്ചു വിട്ടു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആദ്യം വേണ്ടത്. ആ പ്രാർത്ഥന മാത്രം പോരാ, അതിനനുസരിച്ച് ആ പ്രാർത്ഥനയെ സാർത്ഥകമാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് വേണം. അതിനെന്ത് വേണം? സാഹചര്യങ്ങളോട് എതിരിട്ട് നിന്നുകൊണ്ട് പോരാടണം. ആ പോരാട്ടത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു നമുക്ക് തന്ന ചില പവറുകളുണ്ട്. ആ പവറുകളാണ് ദിക്റുല്ലാഹ്, നമ്മുടെ മനസ്സിനെ നന്നായിട്ട് പിടിച്ചു നിർത്തുവാനുള്ള പവർ. ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിമായ എന്നെ സർവലോക പരിപാലകനായ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന പ്രഖ്യാപനം, അത് പ്രഖ്യാപിക്കുന്നവർ ക്യാമ്പസിൽ പലരെയും നിങ്ങൾക്ക് കാണാം. ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറയുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ അതിന് പ്രയാസമില്ല. സുമ്മസ്തഖാമൂ,
അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കലാണ് പ്രയാസം. അതാണ്